ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് കാണുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം. താഴരുത്. ഓർക്കുക, താഴുംതോറും ചവിട്ടിത്താഴ്ത്താൻ ഒത്തിരി പേരുണ്ടാകും. ചില നേരങ്ങളിൽ എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം ഒന്നും മിണ്ടാതിരിക്കുക എന്നതാണ്. വിശപ്പ് മാറിയതിനു ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിന് ശേഷം കിട്ടുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യവുമില്ല. അവരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നതിനു പകരം ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ മതിയാകൂ എന്ന മനോഭാവത്തിൽ നിന്നുമാണ് നാം ജീവിതം തൊട്ടറിയുന്നത്. മരിച്ചു പോകാൻ ജീവനറ്റു പോകണമെന്നില്ല. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതി. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു, സത്യം പറയുന്നവന് എതിരാളികളെയും. ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ സത്യസന്ധരാകരുത്. വളവില്ലാത്ത മരമാണ് ആദ്യം മുറിക്കപ്പെടുന്നത്. നിങ്ങൾക്കാരെങ്കിലും പൂക്കൾ സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങളൊരു പൂന്തോട്ടം തന്നെ നിർമ്മിക്കുക. നിങ്ങളുടെ ശരീരവും ഹൃദയവും മുറിവുകളും കാലക്രമേണ സുഖപ്പെടുന്നതാണ്. നിങ്ങളുടെ ആത്മാവ് സ്വയം പുനർജനിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ എന്നേക്കും നിലനിൽക്കൂ. ആരെയും വെറുക്കാതെ തുറന്ന മനസ്സോടെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ ഉള്ളിലെ നന്മകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി. കടം കൊടുക്കുന്ന കാശും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ്. രണ്ടും ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെയാകാം. മനുഷ്യരിൽ അവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖമുടി അണിയുമ്പോൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. വിജയിക്കണമെങ്കിൽ നല്ല സുഹൃത്തുക്കളും കൂടുതൽ വിജയിക്കണമെങ്കിൽ നല്ല ശത്രുക്കളും വേണം. ചിരിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മളെ വേദനിപ്പിച്ചവരോട്, വില കുറച്ച് കണ്ടവരോട്, പറ്റിച്ചവരോട്, ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവരോട് വീണ്ടും ചിരിക്കാൻ കഴിയുന്നുവെങ്കിൽ ചിരിയൊരു അനുഗ്രഹമാണ്. നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക. നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരോട് സഹകരിക്കേണ്ടതില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരെ സൂക്ഷിക്കുക. ഉപ്പും പഞ്ചസാരയും നിറത്തിൽ ഒരുപോലെയാണ്, എന്നാൽ ഗുണമോ തീർത്തും വിപരീതവും. ഇതുപോലെയാണ് മനുഷ്യരും. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്. എത്രയൊക്കെ ഉയർച്ചയിലെത്തിയാലും ആരെയും അവഗണിക്കുകയോ ഒരിക്കലും അഹങ്കരിക്കുകയോ ചെയ്യരുത്. കാരണം താഴ്ചയിൽ അവരെ വീണ്ടും കാണേണ്ടി വരും. നമ്മൾ വളരെ വേഗം പ്രായമാകുകയും വളരെ വൈകി മാത്രം ബുദ്ധിമാനായി തീരുകയും ചെയ്യുന്നു എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ജീവിതം എളുപ്പമല്ല. സ്വയം ശക്തനാകണം. മികച്ച സമയം ഒരിക്കലും വരില്ല. ഉള്ള സമയം മികച്ചതാക്കണം. വാശിയൊക്കെ ആവാം, പക്ഷേ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റുകൊടുക്കണം. പിരിയേണ്ടി വന്നാൽ ദുഃഖം ഇരുവർക്കും ഒരുപോലെയാണെന്ന് മറക്കാതിരിക്കുക. നമ്മൾ ചിലരെ ഒരുപാട് സ്നേഹിക്കും. അവരുടെ പല ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നമ്മൾ അവരുടെ കൂടെ നിൽക്കും. പക്ഷേ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പലപ്പോഴും അവർ നമ്മെ മറക്കുന്നു. നമ്മൾ ആരുമല്ലാതായി തീരുന്നു. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖവും സത്യവും. നമ്മളെ തളർത്തുന്ന കുത്തുവാക്കുകൾ കാതുകളിലേക്ക് ഓടിയെത്തിയേക്കാം. എങ്കിലും തോറ്റുകൊടുക്കരുത്. ഈ ജീവിതയാത്ര തുടരാനുള്ളതാണ്, ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായി നിങ്ങളെ ഇഷ്ടപ്പെടും. ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ തനിച്ചു നിൽക്കാൻ വളരെയധികം കരുത്ത് ആവശ്യമാണ്. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും
സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യക്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിലാണ് പലരും പരാജയപ്പെടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം കൈകാര്യം ചെയ്യാൻ ധാരാളം സമയം ചെലവഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമിക്കണം, പക്ഷേ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അനായാസമാണ്. നിങ്ങൾക്ക് സന്തോഷവാനായിരിക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ആജ്ഞാപിക്കുന്ന, നിങ്ങളുടെ ഊർജത്തെ സ്വതന്ത്രമാക്കുന്ന, നിങ്ങളുടെ പ്രതീക്ഷകളെ പ്രചോദിപ്പിക്കുന്ന ഒരു ലക്ഷ്യം കണ്ടെത്തുക. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്, പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടെന്നാണ്. സമയമാണ് മഹത്തായ എഴുത്തുകാരൻ. എല്ലായ്പ്പോഴും കഥയ്ക്ക് മികച്ചൊരു അവസാനം നൽകുന്നത് സമയമാണ്. എത്ര നാൾ കൂടെയുണ്ടായി എന്നുള്ളതല്ല, എത്രമേൽ നമ്മളെ മനസ്സിലാക്കി എന്നുള്ളതിലാണ് കാര്യം. സ്വപ്നമെന്നത് മോഹാലാസ്യത്തിൽ സമയം കളയാനുള്ളതല്ല, പ്രവൃത്തിയിൽ നേടിയെടുക്കാനുള്ളതാണ്. നമ്മൾ നേടിയ വിജയം ജീവിതത്തിലൂടെ സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വെക്കണം. കാരണം സന്തോഷമുള്ള മനസ്സെപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. ദേഷ്യത്തെ പേടിക്കണ്ട, അത് സ്നേഹം കൊണ്ടാണ്. അവഗണനയെ പേടിക്കണം, അത് വെറുപ്പാണ്. തെറ്റു ചെയ്യുന്നവർക്ക് സത്യം ഒളിപ്പിച്ചു വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. പക്ഷേ സത്യം പറയുന്നവന് ഒളിപ്പിച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. തണൽ നൽകിയ വൃക്ഷങ്ങളെല്ലാം വെയിൽ കൊണ്ടിട്ടുണ്ട്, ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കല്ലേറുകൊണ്ടിട്ടുണ്ട്. സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുണ്ട്. മനോഹരമായ 1000 മുഖങ്ങളെക്കാൾ ഹൃദയം മികച്ചതാണ്. അതിനാൽ മുഖത്തേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്ടപ്രവൃത്തിയുടെ ഫലം നന്നായി വരുമെന്നുള്ളത് അസാധ്യമാണ്. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക. നിർത്താത്ത പരിശ്രമവും തോൽക്കാൻ മനസ്സില്ലാത്ത കഠിനാധ്വാനശീലമുള്ള ഒരു മനസ്സും നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. സ്നേഹത്തിന് മനസ്സിലാക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അവരുടെ സാഹചര്യം, അവസ്ഥ, സന്തോഷം, സങ്കടം എല്ലാം മനസ്സിലാക്കി അവരോട് അനുയോജ്യമായ രീതിയിൽ പെരുമാറുമ്പോഴാണ് ആ സ്നേഹം യഥാർത്ഥ സ്നേഹമാകുന്നത്. അപ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഒരു കയറ്റത്തിന് ഒരിറക്കമുണ്ടെന്ന പോലെ ഒരു പ്രയാസത്തിനുമപ്പുറം നമുക്കൊരു സന്തോഷം കാത്തിരിപ്പുണ്ട് എന്ന പ്രതീക്ഷകൾ ഉണ്ടാവട്ടെ. ലഭിക്കുന്നത് മൂല്യം കുറഞ്ഞ നാണയങ്ങളാണ്. അതുപോലെ തന്നെയാണ് പുറകെ നടന്നു തേടിയെടുക്കുന്ന സ്നേഹവും സൗഹൃദവും. മനസ്സറിഞ്ഞു നൽകുന്നത് മാത്രം സ്വീകരിക്കുക. നമ്മുടെ ജീവിതത്തിന് തിളക്കം നൽകുന്നതും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ സഹായിക്കുന്നതും നമ്മുടെ ക്ഷമയാണ്. ഓരോ ജീവിത വിജയത്തിലും ക്ഷമയുടെ പങ്ക് തീരെ ചെറുതല്ല. ക്ഷമിക്കാനുള്ള കഴിവ് വളരെ വലിയൊരു അനുഗ്രഹമാണ്. ഓർക്കുക, ദേഷ്യം നിങ്ങളെ കൊണ്ട് പല തെറ്റുകളും അനീതികളും പ്രവർത്തിപ്പിക്കും. വിവേകത്തോടെ ജീവിക്കുക. തനിയെ ജീവിക്കാൻ ശീലിക്കുക. എങ്ങും തനിയെ യാത്ര ചെയ്യുക. സ്നേഹത്തെ ആശ്രയിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം 2 കാര്യങ്ങളാണ്. 1, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. 2, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു മാത്രം ഇരിക്കുന്നു.